മലപ്പുറത്തെ സുൽത്താനോടൊപ്പമാണ് ഇന്നത്തെ ദിവസം. അതെ, മറ്റാരുമല്ല, KT ജലീൽ. $2 കോടിയോളം ചെലവിട്ടാണ് ഇത് നമ്മൾ നിർമ്മിച്ചത്. ഇനിയിപ്പോ ഒരു 3 കോടി രൂപ ഉണ്ട്. അത് നമ്മൾ ഈ അപ്പുറത്തേക്ക് ആ ഭാഗത്തേക്ക് പാലത്തിന്റെ താഴ്ഭാഗത്ത് ഇവിടെ കുറച്ച് ഇതുണ്ട്. ഇത് ശബരിമല സീസണില് അവർക്ക് മാത്രമേ ഉപയോഗിക്കാം. അങ്ങനെയാണ്. അപ്പൊ പൊതുജനങ്ങൾക്ക് അവിടെ ഇതാണ് കാണുന്നതാണ് അവരുടെ ടോയ്ലറ്റും സൗകര്യങ്ങൾ. നമ്മൾ ചെയ്യാത്തൊരു തെറ്റിന്റെ പേരില് ഈ പഴി കേൾക്കേണ്ടി വരുമ്പം ഇതിന് മനസ്സിനെ എങ്ങനെയാ നമ്മൾ അതിന് തൃപ്തിപ്പെടുത്തുന്നേ? അല്ല, അത് ആദ്യം വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിലും പിന്നെ നമുക്ക് അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നൂല. കാരണം ഒന്നും ഇല്ലല്ലോ. നമുക്ക് നമ്മളുടെ മനസാക്ഷിയാണ് ഏറ്റവും വലിയ ജഡ്ജ്. ഒരു ബാപ്പ എന്ന നിലയിലെ മക്കൾക്ക് കൊടുത്ത ഒരു ഉപദേശം എന്തായിരിക്കും? ആരാൻ്റെത് വയറ്റിലാക്കരുത്. ശത്രുക്കളോട് ഒന്നേ പറയാവുള്ളൂ, വിരട്ടലും പരവേശനും ഇങ്ങോട്ട് വേണ്ട. അല്ല, ശത്രുക്കൾ എന്തോ പറഞ്ഞോട്ടെ, നമുക്ക് നമ്മളെ വിശ്വാസമാണെങ്കിൽ, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ നമുക്കെതിരായാലും നമുക്കൊരു കൂസലില്ലാതെ നടക്കും. ഇതൊരു മൂന്നാം തവണ കൂടി LDF പിണറായി സർക്കാർ തീർച്ചയായിട്ടും 3ാം തവണ വരും. അതിന് ഡേവിഡ് MLA ഒരു പ്രധാനപ്പെട്ട അതിഥിയെ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. MLA മാത്രമല്ല, മുൻ മന്ത്രിയാണ്. കേരളം ഒരുപാട് ചർച്ച ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. ജനങ്ങളുടെ മനസ്സിലേക്ക് ഒറ്റ വാക്കിൽ ഈ വ്യക്തിയെ പറ്റി പറയാൻ പറഞ്ഞ് എന്ത് പറയും? മലപ്പുറത്തെ സുൽത്താൻ. അപ്പം മലപ്പുറത്തെ സുൽത്താനോടൊപ്പമാണ് ഇന്നത്തെ ദിവസം. അതെ, മറ്റാരുമല്ല, KT ജലീൽ. നമസ്കാരം. ഡേവിഡ് MLA എന്നാണ് പരിപാടിയുടെ പേര്. എങ്ങനെയാണ് KT ജലീലിന്റെ ഒരു ദിവസത്തെ തുടക്കം? രാവിലെ എഴുന്നേറ്റ് കുറച്ച് എക്സസൈസൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു 7 മണിയാകുമ്പോഴേക്ക് അങ്ങാടിയിൽ പോവും. അവിടുന്ന് ചായയൊക്കെ കഴിച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ ഇവിടെ ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് എന്തിനാണോ വന്നിരിക്കുന്നത് ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കും. അത് കഴിഞ്ഞാൽ മണ്ഡലത്തിലേക്ക്. അതായത് കാവുമ്പുറം അങ്ങാടി എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് ഒരു 1/2 കിലോമീറ്റർ നടന്നാണ് പോകുന്നത്. എന്നും നടന്നെ നടന്നു പോയി അവിടുന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ ഒരു വലിയൊരു സൗഹൃദ വലയം ഉണ്ടാവുമല്ലോ അവിടെ അല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങൾ ചായക്കുടി കമ്പനി എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ അടുത്ത് ടൂറൊക്കെ പോയിരുന്നു. 10-15 ആളുകൾ. ഈ സൗഹൃദത്തിൽ ഒരു വലിയൊരു പങ്ക്, വലിയൊരു വാല്യൂ കൊടുക്കും അല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടുകാർ, അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കൾ, അതൊക്കെ എന്നും നമുക്ക് കാത്തു സൂക്ഷിക്കണമല്ലോ. നമ്മളുടെ മനസ്സിന് നല്ലൊരു ഊർജം നൽകുന്നതാണ് അതൊക്കെ. ഈ KT ജലീൽ എന്ന് പറയുന്ന ഒരു മന്ത്രിയാക്കിയതിന്റെ പിന്നിൽ ഈ സൗഹൃദത്തിന് പങ്കുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. എൻ്റെ നാട്ടിൽ നിന്നാണല്ലോ ഞാൻ ആദ്യം തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആ നാട്ടുകാരെ മറക്കത്തില്ല, ഒരിക്കലും മറക്കാൻ കഴിയില്ലല്ലോ. നമ്മളുടെ നാട്ടുകാരെ, ഈ കുറ്റിപ്പുറം നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന ആളുകളെ. പക്ഷെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു വലിയൊരു ലെവലിലേക്ക് എത്തി, ജനഹൃദയങ്ങൾ കീഴടക്കി. സാധാരണ ജനപ്രതിനിധികളും മന്ത്രിമാരൊക്കെ ഭയങ്കര ഡയറ്റ് നോക്കുന്നവരാണ്, ഭക്ഷണ കാര്യത്തിലാണെങ്കിലും ഒക്കെ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല ഡയറ്റ്, പക്ഷെ എനിക്ക് ഭക്ഷണം എന്താണെങ്കിലും ഞാൻ കഴിക്കും. എൻ്റെ ഫാദർ ശരിക്ക് പ്യുവർ വെജിറ്റേറിയനാണ്. ഇപ്പോൾ മൂപ്പർക്ക് ഇപ്പോൾ 91 വയസ്സായി. മൂപ്പരൊരു 15-ാമത്തെ 16-ാമത്തെ വയസ്സ് മുതൽ ഒരു മത്സ്യവും ഒരു ഇറച്ചിയും കഴിക്കില്ല. രാവിലെ കണ്ട ആളല്ല, ആകെ ആള് മാറി പോയി എന്ന് പറയാം പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇനിയിപ്പം മണ്ഡലങ്ങളിൽ പരിപാടികൾ മറ്റും. അതെ, പരിപാടികളിൽ അവിടെ തറവാട്ടിൽ വാപ്പാൻ്റെ അടുത്തൊന്ന് പോകണം. അത് കഴിഞ്ഞ് നേരെ മണ്ഡലത്തിലേക്ക്. രാവിലെ തന്നെ ഒരുപാട് ആളുകൾ വന്നിരുന്നു. അപ്പോൾ സ്ഥിരം ഇങ്ങനെ തന്നെയാണോ, അതോ ഇന്ന് തിരക്ക് കുറവായിരുന്നു? ഇന്ന് പൊതുവെ തിരക്ക് കുറവായിരുന്നു. കാരണം ഈ ബുധൻ, വ്യാഴം, വെള്ളി അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ പൊതുവെ ശനി ഞായറുമാണ് സാധാരണ ആളുകൾ കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ കല്യാണമാണെങ്കിലും എന്താണെങ്കിലും ഒക്കെ ഒരാൾ മരിച്ചാൽ പോലും അവിടെയൊക്കെ
പരമാവധി എത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. തിരുവനന്തപുരത്ത് പോകുന്ന സമയത്ത് എത്താൻ വേണ്ടി കഴിയാറില്ല. അപ്പോൾ വന്നതിന് ശേഷം പോവാറുണ്ട്. ഓക്കെ ഓക്കെ. ഇനിയിപ്പം താങ്കളുടെ ഒരു സ്വപ്ന പദ്ധതി, അതായത് ഇപ്പം ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് മിനി പമ്പ, അതുപോലെ തന്നെ എടപ്പാൾ ഫ്ലൈ ഓവർ. കാരണം എടപ്പാൾ പാലം ജലീലിന്റെ പാലം എന്ന ആ ഖ്യാതിയാണ് എപ്പോഴും ഉള്ളത്. അത് നമ്മുടെ ജില്ലയിലെ, തീർച്ചയായിട്ടും നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ടൗണിന് കുറുകെയുള്ള ഫ്ലൈ ഓവറാണ് യഥാർത്ഥത്തിൽ എടപ്പാൾ ഫ്ലൈ ഓവർ. ഒരുപാട് കാലമായിട്ട് മഞ്ചേരിയിൽ, അതായത് ഏറനാടിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന മഞ്ചേരി മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമാണ്. അവിടെ ഒരു ഫ്ലൈ ഓവർ വേണമെന്നുള്ള ആവശ്യത്തിന് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്. പക്ഷെ അത് ഇന്ന് വരെ അത് യാഥാർത്ഥ്യമായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വളരെ പെട്ടെന്ന് ഈ എടപ്പാളിലെ ഫ്ലൈ ഓവർ യാഥാർത്ഥ്യമാക്കിയത്. ഇനി അങ്ങനെ ഒരു ഇഷ്ട പദ്ധതി, സ്വപ്ന പദ്ധതി, ഇനി തിരുനാവായ തവനൂർ പാലമാണ് നമുക്ക് യാഥാർത്ഥ്യമാകാനുള്ളത്. അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നമ്മുടെ മെട്രോ ശ്രീധരൻ ആ പാലത്തിനെതിരായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. അതിലൊരു റിലീജിയസ് എലമെന്റ് അദ്ദേഹം കൊണ്ടുവരാൻ വേണ്ടി നോക്കിയത് കൊണ്ടാണ് അതിന്റെ നിർമ്മാണം കുംഭമേള വന്നപ്പോൾ ചർച്ചയായി. അതെ, ചർച്ചയായിരുന്നു. വന്നിരുന്നെങ്കിൽ സത്യത്തില് പിന്നെ വിശ്വാസികൾക്കൊക്കെ നടക്കാനൊക്കെ വളരെ നല്ലൊരു ഇത് ആകുമായിരുന്നു എന്നുള്ള ഒരു ടോക്ക് വന്നിരുന്നു. അപ്പോൾ അതിന് പണം പാസ്സായി, 60 കോടി രൂപ പാസ്സായി. അത് ടെൻഡർ ചെയ്തു. പിന്നെ അതിൻ്റെ നിർമ്മാണം തുടങ്ങാനിരിക്കെയാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ ഇതെല്ലാം ഓവർകം ചെയ്തിട്ട് നമുക്ക് ഉടനെ തന്നെ പണി തുടങ്ങാൻ വേണ്ടി പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് ഇപ്പോൾ ഒരു സ്വപ്ന പദ്ധതി എന്ന് പറയാൻ. അതെ, അതാണ് ഇനി നമ്മൾ തീർക്കാനുള്ളൊരു പദ്ധതി എന്ന് പറയുന്നത്. ആരംഭിക്കാൻ സാധിക്കാതെ പോയത് ഇതുകൊണ്ടാണ്. പക്ഷെ ആരംഭിക്കും. അങ്ങനെ ആരംഭിച്ച് അത് 1-2 വർഷത്തിനുള്ളിൽ പൂർത്തിയാവും. പിന്നെ തവനൂര് തന്നെ, തവനൂര് സത്യത്തിൽ പഴയ തവനൂരല്ല എന്ന് പറയാം. ഒരുപാട് ഇപ്പം കോളേജുകളാണെങ്കിൽ ആർട്സ് കോളേജ്, സെൻട്രൽ ജയിൽ വന്നു. അങ്ങനെ തവനൂര് ശരിക്കും കേരളം ചർച്ചയാക്കപ്പെടുന്ന ഒരു നേരത്തെ തന്നെ ചരിത്ര പോലും ഇപ്പോൾ തീർച്ചയായിട്ടും മറ്റ് സർക്കാർ സ്ഥാപനം തവനൂരിൽ ഒരുപാട് പിന്നെ സ്ഥാപനങ്ങളുണ്ട്. കെൽട്രോണിൻ്റെ ഒരു പിന്നെ യൂണിറ്റ്, നല്ല യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കേളപ്പജിയുടെ നാട് എന്നുള്ള നിലക്ക് ഖ്യാതി നേടിയ പ്രദേശമാണ് തവനൂർ. ഗവൺമെൻറ് കോളേജ് നമ്മൾ യാഥാർത്ഥ്യമാക്കി. 10 കോടി രൂപ ചെലവിട്ടതിന് പുതിയ കെട്ടിടമുണ്ടാക്കി. 16 കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് തവനൂരിൽ യാഥാർത്ഥ്യമാക്കിയത്. 3 വർഷത്തിനുള്ളിൽ 1200 ആളുകൾക്കാണ് അവിടെ പഠിച്ച വ്യക്തികൾക്ക് പ്ലേസ്മെൻറ്റിലൂടെ ജോലി ലഭ്യമായത്. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു സ്വകാര്യ കമ്പനി അവിടെ വെച്ചിട്ട് അവരുടെ ഒരു തൊഴിൽ ഫെസ്റ്റ് നടത്തിയത്. അപ്പോൾ അങ്ങനെ അവരുമായി സഹകരിച്ച് തൊഴിൽദാതാക്കൾ വരികയും ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുകയും പ്രത്യേകിച്ച് യൂത്ത്സിന് ഇൻ്റർവ്യൂ ചെയ്യുകയും അവർക്ക് പറ്റിയ ആളുകളെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. മിനി പമ്പയിൽ ഇനിയിപ്പം അത് എന്താ പറയുക, വലിയൊരു നല്ലൊരു ടൂറിസത്തിന് സാധ്യതയുള്ള ഉണ്ട്. കാരണം ഒരു 3 കോടി രൂപയും കൂടി മിനി പമ്പയിൽ വിനിയോഗിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. നമ്മളുടെ പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നെ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്ത പ്രപ്പോസലിൽ ഒന്ന് മിനി പമ്പയായിരുന്നു. 3 കോടി രൂപ അതിന് വേണ്ടി അവിടെ പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. തറവാടാണല്ലേ? അതെ അതെ. ഇവിടെ എല്ലാ ദിവസവും പാലം വന്ന് കണ്ടിട്ട് അല്ല, എല്ലാ ദിവസവും ഇല്ല, ഇടക്ക്. മന്ത്രി MLA ഒക്കെ ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? എന്താ പറയാ, അതൊന്നും ആ ഭാഗത്തേക്ക് ചിന്തിച്ചിട്ടില്ല. വേറെ തന്നെ പല പരിപാടികളുണ്ടല്ലോ. അധ്യാപകൻ അവർക്ക് സുഖമായിട്ട് അത് തന്നെ മതി. ഇത് നമ്മൾ TK പത്മിനിയുടെ പിന്നെ ഇതിലേക്കുള്ള ഒരു ഓഡിറ്റോറിയം, ഒരു ഓപ്പൺ ഓഡിറ്റോറിയം. ഈ സാധനം നമ്മൾ ഉണ്ടാക്കിയത് TK പത്മിനി എന്ന് പറഞ്ഞത് ഇവിടുത്തെ വലിയ
ചിത്രകാരിയായിരുന്നു, നമ്മളുടെ കാലടി ദേശത്തുള്ളതാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ ചിത്രമാണ് ഈ പട്ടം പറത്തുന്ന പെൺകുട്ടി. അപ്പൊ അതിന്റെ ഒരു ഇതായിട്ട് ഇത് വെച്ചതാണ്. ഒരു വലിയ പരിപാടികൾ നടത്താനും സാംസ്കാരിക പരിപാടികൾ നടത്താനൊക്കെ തീർച്ചയായിട്ടും. അതെ 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 ബൃഹത്തായ പദ്ധതി എന്ന് വേണമെങ്കിൽ പറയാം. അതെ 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 ആളുകൾ ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതെ 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 1.5 കോടി രൂപ, പിന്നെ 2 കോടിയോളം രൂപ ചെലവിട്ടാണ് ഇത് നമ്മൾ നിർമ്മിച്ചത്. ഇനിയിപ്പോ ഒരു 3 കോടി രൂപ ഉണ്ട്. അത് നമ്മൾ ഈ പിന്നെ അപ്പുറത്തേക്ക്, ആ ഭാഗത്തേക്ക്, പാലത്തിന്റെ താഴ്ഭാഗത്ത് ഇവിടെ പിന്നെ കുറച്ച് ഇതുണ്ട്. ആ പിന്നെ അവിടെ താഴ്ഭാഗത്ത് ഒരു ജിമ്മും കാര്യങ്ങളും ഒക്കെ ആക്കിയിട്ട് ആ ഭാഗത്തേക്ക് പൊതുജനങ്ങൾക്ക് എന്നതിലുപരി ശബരിമല അതെ ശബരിമല തീർത്ഥാടക ഇത് ശബരിമല പിന്നെ സീസണിൽ അവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ്. അപ്പൊ പൊതുജനങ്ങൾക്കില്ല. പൊതുജനങ്ങൾക്ക് വരാം, പക്ഷെ അവർക്ക് പിന്നെ പ്രാമുഖ്യം. ആ അതുകൊണ്ടാണ് പിന്നെ ശബരിമല കഴിഞ്ഞാൽ ആ സീസൺ ഇപ്പൊ 40 ദിവസമല്ലേ വരുള്ളൂ. അപ്പൊ 40 ദിവസം കഴിഞ്ഞാൽ അവിടെ ഇതാണ് ആ പിന്നെ കാണുന്നതാണ് അവരുടെ ടോയ്ലറ്റും സൗകര്യങ്ങൾ ആ കാണുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് പാലത്തിന്റെ ആ ഭാഗത്തേക്കാണ് അതാ അവിടെ അങ്ങോട്ടാണ്. പാലത്തിന്റെ അടിഭാഗം പൂർണ്ണമായിട്ടും നമ്മൾ ഒരു പിന്നെ ഒരു ചെറിയ പാർക്കൊക്കെ പോലെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിന് ഫണ്ട് ഉണ്ട് 3 കോടി രൂപ അതിനായിട്ട് ഇത് ചെയ്തു. ഇന്നലെ പിന്നെ അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ വന്നിരുന്നു. കഴിഞ്ഞ ടൈമിൽ ഒരുപാട് ആരോപണങ്ങളൊക്കെ അതിനൊക്കെ അതിജീവിച്ചില്ലേ, അല്ലെങ്കിൽ വലിയൊരു പോരാട്ടത്തിന്റെ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഭയം. ആരോപണങ്ങൾ അങ്ങനെ ഉണ്ടാവും, അതങ്ങനെ അതിലൊന്നും തളരത്തില്ല. അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഭയപ്പെടേണ്ടതുള്ളൂ. നമ്മൾ ചെയ്യാത്തൊരു തെറ്റിന്റെ പേരിൽ ഈ പഴി കേൾക്കേണ്ടി വരുമ്പം ഇതിന് മനസ്സിനെ എങ്ങനെയാ നമ്മൾ അതിനെ തൃപ്തിപ്പെടുത്തുന്നേ? അല്ല, അത് പിന്നെ ആദ്യം വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിലും പിന്നെ നമുക്ക് അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നൂല. കാരണം ഒന്നും ഇല്ലല്ലോ. നമുക്ക് നമ്മളുടെ മനസാക്ഷിയാണ് ഏറ്റവും വലിയ ജഡ്ജ്. ഈ ഒരുപാട് പരാതികൾ വരുമ്പോഴും ആരും മുഷിപ്പിക്കാതെ അല്ലെങ്കിൽ ആരോടും കൂടുതൽ ദേഷ്യപ്പെടാതെ ഇവരെ ചേർത്ത് നിർത്തുന്നത് എങ്ങനെയാ? അത് ഞാൻ പലപ്പോഴും ഒരുപാട് കാലം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു, ഞാൻ കോളേജ് പഠനകാലം മുതൽക്ക് തന്നെ പൊതുപ്രവർത്തന രംഗത്ത്, വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളോട് അല്ലെങ്കിൽ നമ്മളുടെ സഹപ്രവർത്തകരോട് ചിരിച്ച് കാര്യങ്ങൾ പറയുക, ദേഷ്യപ്പെടലും അതൊരു തമാശയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഉപ്പാക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനോട് ഇങ്ങോട്ട് പോരുന്നതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ജോലിയൊക്കെ വിട്ട് ഒരു പിന്നെ കോളേജ് അധ്യാപകന്റെ ജോലിയൊക്കെ വിട്ട് ഇങ്ങനെ പിന്നെ പോരുക എന്ന് പറഞ്ഞാൽ അതിന് പാപ്പാക്കൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. പാപ്പാക്കിപ്പോ MLA ആവുക, മന്ത്രിയാവുക, അതൊന്നും ഒരു വിഷയമുള്ള കാര്യം തന്നെയല്ല. ഈ ആരോപണങ്ങളൊക്കെ വന്നപ്പോ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട്? അല്ല, പാപ്പാക്ക് അറിയാമല്ലോ ഞാൻ ആരാണെന്നുള്ളത്. പാപ്പി അതേപോലെ തന്നെ ആയിരുന്നു. ഒരാൾക്കും ഒരു 10 പൈസ കടം കൊടുക്കാനുള്ള വകയിലോ അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കാനുള്ളതായിട്ടില്ല. അപ്പൊ ഒരുപാട് കാലം ഇവിടെ കച്ചവടം നടത്തിയതാ. സാധാരണ ഒരു കച്ചവടമൊക്കെ നടത്തിയാൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിലൊക്കെ വളരെ സൂക്ഷ്മത പുലർത്തിയ ആളാണ്. അപ്പൊ മൂപ്പർക്ക് ഒരു സ്വർണ്ണവും ഇല്ല. ഒരു അഭിമുഖത്തിൽ പറയുന്ന ഒരു ശ്രദ്ധയിൽപ്പെട്ടാണ്, അതായത് ഒരു സ്ത്രീക്ക് വേണ്ടത് സ്വർണത്തേക്കാൾ നല്ലൊരു വിദ്യാഭ്യാസമാണ്. അതെ അതെ അത് പറയാനുള്ള ഒരു കാര്യം എന്തായിരിക്കും? എന്നുവെച്ചാല് പിന്നെ എന്റെ ഭാര്യ പൊതുവെ സ്വർണത്തോട് ആഭിമുഖ്യം ഇല്ലാത്ത ഒരാളാണ്. അതേ നിലയ്ക്ക് തന്നെയാണ് 2 പെൺമക്കളെയും വളർത്തിയത്. 3 കുട്ടികളാണ്, 2 പെൺകുട്ടികളും 1 ആൺകുട്ടി. അപ്പോ ഈ 2 പെൺമക്കളെയും വളർത്തിയത് പിന്നെ സ്വർണത്തോടൊരു ആഭിമുഖ്യം ഇല്ലാതെ. അവര് വിവാഹം കഴിച്ചു കൊടുത്തിട്ടുള്ളതും ഒരു തരി സ്വർണം കൊടുക്കാതെ. അവര് സ്വർണം ഉപയോഗിക്കാറേ ഇല്ല, ഈ 2 പെൺകുട്ടികളും. എന്നിട്ട് അങ്ങനെ ഒരാളോട് ചില ബുദ്ധി ഇല്ലാത്തവനെന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കും. പറയും ഈന്തപ്പഴത്തിനകത്ത് വരെ സ്വർണം കലർത്തിയത്. അത് ശുദ്ധ മണ്ടത്തരമെന്ന് തന്നെയല്ലേ പറയാൻ പറ്റും. ഇതൊക്കെ ചെയ്യുന്ന ആളുകളുടെ ജീവിതം നോക്കിയാൽ നമുക്കറിയാം. അങ്ങനെയൊക്കെ നിയമവിരുദ്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ജീവിതം നോക്കിയാൽ അറിയാം. അതൊക്കെ വളരെ മോശമായിരിക്കും. അവരുടെ പിന്നെ കിട്ടുന്ന വരുമാനത്തിന്റെ എത്രയോ അപ്പുറത്തായിരിക്കും അവരുടെ ജീവിത നിലവാരം. അത് നമ്മൾ ഒരാളുടെ വീട്ടിൽ പോയി നോക്കിയാൽ അറിയാം. അവിടുത്തെ സാധന സാമഗ്രികൾ കണ്ടാൽ നമുക്കറിയാം ഇത് ഇയാളുടെ വരുമാനത്തിന്റെ പരിധിയിൽ നിന്നാണോ ജീവിച്ചത് അല്ലെങ്കിൽ ജീവിക്കുന്നത്. ഇന്ന് പണത്തിന്റെ പുറകെ ഓടുന്ന ഒരു ലോകത്തെയാണ് നമ്മൾ കാണുന്നത്. അതില് ജയിലൊക്കെ പറയുന്ന ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരു പണത്തിന് പുറകെ ഓടുന്ന ഒരു ഭ്രാന്തനല്ല. തീർച്ചയായിട്ടും എനിക്കങ്ങനെ പണത്തോടൊരു ആഭിമുഖ്യമേ തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ല. എനിക്ക് നല്ല ടേസ്റ്റി ഭക്ഷണത്തോടാണ്
എപ്പോഴും ആഭിമുഖ്യം തോന്നിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഭക്ഷണം വേണം. ഈ ഒരു ബാപ്പ എന്ന നിലയിലെ മക്കൾക്ക് കൊടുത്ത ഒരു ഉപദേശം എന്തായിരിക്കും? ആരാൻ്റെത് പിന്നെ വയറ്റിലാക്കരുത്. ആ, ആരാന്റെ സ്വത്ത് വയറ്റിലാക്കരുത് അന്യായമായി എന്നുള്ളതാണ് വാപ്പ എനിക്ക് തന്നിട്ടുള്ള ഉപദേശം. ഈ ജലീലിക്കെ പോലെ ഒരുപാട് ചെറുപ്പക്കാര്, വിദ്യാർത്ഥികള് രാഷ്ട്രീയക്കാരാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പാഠം എന്തായിരിക്കും? രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിട്ട് സമൂഹത്തിനുള്ള ഒരു വലിയ തെറ്റിദ്ധാരണ, രാഷ്ട്രീയക്കാരൊരു പിന്നെ കള്ളന്മാരാണ്, അല്ല, ഒരു ഇത്തിക്കണ്ണികളാണ്. ആരാന്റെ ചെലവിൽ ജീവിക്കുന്ന ആളാണ്. ചായ ഒരുമിച്ച് കുടിക്കാൻ വേണ്ടി പോയാൽ ഒരു രാഷ്ട്രീയക്കാരനും പൈസ കൊടുക്കൂല, അത് കൂടെ ഉള്ളവൻ കൊടുക്കണം. അത് ചോറിനായാലും ചായക്കായാലും ഒക്കെ. പക്ഷേ നമ്മൾ ഒരുമിച്ച് പിന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചായ പൈസ ഞാനാണ് കൊടുക്കും. എത്ര പേരുണ്ടെങ്കിലും എൻ്റെ ഗൺമാനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്, എത്ര പേരുണ്ടെങ്കിലും ഞാനുണ്ടെങ്കിൽ ചായ പൈസ നമ്മൾ കൊടുത്തോളണം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ കുറേ കാലമായിട്ട് പിന്നെ നമ്മൾ സുഹൃത്തുക്കളുടെ കൂടെ പോകുമ്പോൾ പിന്നെ അവർ പൈസ കൊടുക്കും, പിന്നെ അടുത്തത് ഞാൻ കൊടുക്കും. ഒരാളുടെയും ഒരു ഓശാരത്തിന് നിൽക്കാറില്ല. അതാണ് എനിക്ക് വളർന്നു വരുന്ന പൊതുപ്രവർത്തകരോട് പറയാനുള്ളത്. ഒരാളുടെയും ഓശാരം പറ്റി എന്ന് വേറൊരുത്തൻ നമ്മളെക്കുറിച്ച് പറയാതിരിക്കുക എന്നുള്ളതാണ് സൂക്ഷിക്കേണ്ടത്. കാരണം അങ്ങനെ പറയുമ്പോൾ നമ്മളൊരു മോശക്കാരനായിട്ട് മാറും. വേറൊരുത്തൻ്റെ ഊരമ്മൽ കൂര വെച്ച് താമസിക്കണ ഒരാളായിട്ട് നമ്മൾ മാറാൻ വേണ്ടി പാടില്ല. ഈ ജലീലിക്കയുടെ പ്രസംഗങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളികളുണ്ട്. ജലീലിക്കയുടെ വാക്കുകളാണെങ്കിലും വാക്കുകളിലുള്ള ഒഴുക്കുകളാണെങ്കിലും ഇതൊരു അധ്യാപകനിൽ നിന്ന് കിട്ടിയ ഒരു കഴിവാണ്. മുമ്പ് മുതലേ ഞാൻ ഇങ്ങനെ ഒരു ടോക്കറ്റീവാണ്. പിന്നെ അധ്യാപകൻ എന്നുള്ള നിലയിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇൻബോണിൽ ഒരു കഴിവുണ്ടാവുമല്ലോ. ആ കഴിവ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരുന്നു. ആ സ്കില്ല് അധ്യാപകനായപ്പോൾ കുറച്ച് വർദ്ധിച്ചിട്ടുണ്ട്. പൊളിറ്റിക്സിലേക്ക് വന്നപ്പോൾ അതെനിക്ക് വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഈ ഇടതുപക്ഷത്തോട് ചേർന്നപ്പോൾ ശത്രുക്കൾ കൂടുതലായിട്ട് ഉണ്ടായത് തീർച്ചയായിട്ടും. അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ കോൺഗ്രസിലും ലീഗിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് തമ്മാടിത്തം ചെയ്യാം, എന്ത് തമ്മാടിത്തം ചെയ്യാം. ഇവിടെ നടക്കൂല എന്നല്ല, ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്താൽ അതിനെ വിമർശിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും, ഒരുപാട് ആളുകൾ. അത് സമുദായത്തിനകത്തുണ്ട് പുറത്തുണ്ട്. കോൺഗ്രസും ലീഗാണോ സദാ എനിത്തിങ്, നിങ്ങൾക്ക് എന്തും ചെയ്യാം. സദാ ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പോ നമ്മള് ചരിത്രത്തിലൊക്കെയാണ് കേട്ടിട്ടുള്ളത് 1-ാം പ്ലാസി യുദ്ധം, 2-ാം പ്ലാസി യുദ്ധം, പിന്നെ എന്നൊക്കെ. അതുപോലെ പിന്നെ 1-ാം പാനിപ്പട്ടി യുദ്ധം, 2-ാം പാനിപ്പട്ടി യുദ്ധം, 1-ാം കുളച്ചിൽ യുദ്ധം, 2-ാം കുളച്ചിൽ യുദ്ധം. ഇപ്പോ നമ്മൾ 1-ാം ബലാത്സംഗം, 2-ാം ബലാത്സംഗ കേസ്, 3-ാം ബലാത്സംഗ കേസ് എന്നൊക്കെയാണ് കേൾക്കുന്നത് ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച്. അപ്പൊ നമ്മൾ പണ്ടത്തെ ചരിത്രത്തിലെ ഈ പിന്നെ 1-ാം പാനിപ്പട്ടി യുദ്ധം, 2-ാം പാനിപ്പട്ടി യുദ്ധം എന്നൊക്കെ പറഞ്ഞ മാതിരി അങ്ങനെ ഒരു പുതിയ ടേം പോലും കോൺഗ്രസ് രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തിൽ ഉണ്ടാക്കി. അതൊന്നും ആളുകൾക്ക് ഒരു പ്രശ്നമല്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള സംഭവമൊക്കെ ശരിക്കൊരു ഒരു രാഷ്ട്രീയക്കാരൻ പോട്ടെ, ഒരു ജനപ്രതിനിധിക്കൊക്കെ ചേർന്ന സംഗതി. ഒരു ജനപ്രതിനിധി പോയിട്ട് ഒരു സാധാരണ പൗരന് പോലും അതൊന്നും ചേർന്നതല്ല. തെറ്റുകൾ പറ്റാം, മനുഷ്യ സഹജമാണ്. പക്ഷേ അത് ഈ തെറ്റ് എന്ന് പറയുന്നത് ഒരു സഹജ സ്വഭാവമാക്കി കൊണ്ടു നടക്കുക, ഒരേ രീതിയിൽ ആളുകളെ വഞ്ചിക്കുക, പറ്റിക്കുക, തീർച്ചയായിട്ടും അത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്രൈം. ബോൺ ക്രിമിനലാണ് സത്യത്തില് അത്തരത്തിലുള്ള ആളുകൾ. ആ നിലക്ക് അതിനെ കാണാതെ പത്രങ്ങളും സൈബർ വീരന്മാരും അവരെ മഹത്വവൽക്കരിച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ വെച്ചാൽ ഇനി കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും ഇക്കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള അവധാനതയും പുലർത്തില്ല, ഒരു ഭയവും ആരെയും ഉണ്ടാവില്ല. കാരണം അവർക്കറിയാം കോടതി ഇന്നതാണ് പറയുക. ഞങ്ങള് പിന്നെ ഒരിപ്പോ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രൈം, അതൊരു ചതിയാണ്. അങ്ങനെ എല്ലാവരെയും അതേ കാര്യം പറഞ്ഞുകൊണ്ട് വശത്താക്കുക എന്ന് പറയുന്നത് കാണാൻ പോലും കോടതികൾക്ക് കഴിയുന്നില്ല. കോടതികൾ പറയുന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുറച്ചു കാലം ജീവിച്ചു കഴിഞ്ഞാൽ അതിനെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. സത്യത്തിൽ ആ വിധിയിൽ പോലും ഒരു പുരുഷ മേധാവിത്വമുണ്ട്. ഒരു പുരുഷ മേധാവിത്വത്തിന്റെ സ്വരമാണ് ആ വിധിയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. പിന്നെ കോടതി പറയുന്നത് എന്തു ശരിയാണ് എന്നുള്ള നിലക്കാണല്ലോ ഇപ്പോ
അതെ. വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നേതാക്കളെ ന്യായീകരിക്കും. ഇപ്പോഴും അദ്ദേഹം MLA ആയിട്ട് തുടരുകയാണല്ലോ. അതെ 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 അതെ. അപ്പൊ എന്തുകൊണ്ടാണ് സാധാരണ രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉള്ള ഒരു കേസല്ലേ ഇത്? കോൺഗ്രസിന്റെ ഒക്കെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാല് ലാൽ ബഹദൂർ ശാസ്ത്രി റെയിൽവേ മന്ത്രി ആയിരിക്കുന്ന കാലത്താണ് ഒരു റെയിൽവേ അപകടം ഉണ്ടായത്. അത് തുടർന്നാണ് അയാൾ രാജിവെച്ചത്. ആ മഹാൻ മൂപ്പര് ട്രെയിനിന്റെ ഡ്രൈവർ ആയിരുന്നില്ല, എഞ്ചിൻ ഡ്രൈവർ ആയിരുന്നില്ല. പക്ഷെ മൂപ്പര് രാജിവെച്ചു, ഉത്തരവാദപ്പെട്ട ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക്. അത്രയും റെസ്പോൺസിബിൾ പേഴ്സൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത് കോൺഗ്രസിൽ. ശത്രുക്കളോട് ഒന്നേ പറയാനുള്ളൂ, വിരട്ടലും പരവേശനും ഇങ്ങോട്ട് വേണ്ട. അല്ല, ശത്രുക്കൾ എന്തോ പറഞ്ഞോട്ടെ, നമുക്ക് നമ്മളെ വിശ്വാസമാണെങ്കിൽ, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ നമുക്കെതിരായാലും നമുക്കൊരു കൂസലില്ലാതെ നടക്കാം. ഒരു മൂന്നാം തവണ കൂടി LDF പിണറായി സർക്കാർ തീർച്ചയായിട്ടും മൂന്നാം തവണ വരും. വരാതിരിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഈ ദേശീയപാത തന്നെ ആളുകൾക്ക് അനുഭവവേദ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ദേശീയപാത അദ്ദേഹം മുഖ്യമന്ത്രി അല്ലായിരുന്നുവെങ്കിൽ വരൂല. കാരണം 2500 ഏക്കർ സ്ഥലം ഏറ്റെടുത്തു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ദേശീയപാതക്ക് അത് പണിയുന്നതിന് വേണ്ടിയിട്ട് പണം അനുവദിച്ചു എന്നുള്ളത് കൊണ്ട് അത് പണിയാൻ പറ്റൂലല്ലോ. സ്ഥലം ഏറ്റെടുത്തു കൊടുക്കണ്ടേ? അതെ. ആകാശത്തുകൂടെ നെബുക്കദ്നസർ പണ്ട് ഹാങ്ങിങ് ഗാർഡൻ, തൂങ്ങിക്കിടക്കുന്ന പൂന്തോട്ടം ഉണ്ടാക്കിയത് നമ്മൾ വായിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ. അത് ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് എണ്ണപ്പെടുന്നുണ്ട്. ആ ഹാങ്ങിങ് ഗാർഡനെ പോലെ ഒരു ഹാങ്ങിങ് നാഷണൽ ഹൈവേ ആണ് തൂങ്ങിക്കിടക്കുന്ന, ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് തൂങ്ങിക്കിടക്കുന്ന ദേശീയപാതയാണ് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ഈ സർക്കാരിന് അതിൽ പങ്കില്ല എന്ന് തീർച്ചയായിട്ടും അവർക്ക് പറയാമായിരുന്നു. ഇത് 2500 ഏക്കർ സ്ഥലം, ഇത്രയും ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ള, ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനത്ത് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഏറ്റെടുത്തു കൊടുക്കുക എന്ന് പറയുന്നതിലും വലിയ ടാസ്ക് മറ്റൊന്നില്ല. UDF ഇപ്പോ എന്തായാലും ഞങ്ങൾ ഭരണത്തിൽ വരുമെന്ന രീതിയിലാണ് ഇപ്പൊ പ്രചരണം നടത്തുന്നത്. UDF കഴിഞ്ഞ തവണയും അങ്ങനെ ഭരണത്തിൽ വരും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ലീഗിന്റെ നേതാക്കന്മാരൊക്കെ മന്ത്രിമാരെ നിശ്ചയിച്ചിരുന്നു, എന്തിനധികം സ്റ്റാഫിനെ വരെ നിശ്ചയിച്ചിരുന്നു. അപ്പം മുഖ്യമന്ത്രി ആവാൻ വരെ പോലും അവിടെ ഏതാണ്ട് എല്ലാ പ്രിപ്പറേഷനും അവര് നടത്തി കഴിഞ്ഞു. അതെ 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 അതെ. അവര് ഏകദേശം ഭരണം കിട്ടിയ നിലക്കാണ്. പക്ഷേ ഭരണം കിട്ടല്, ഭരണ തുടർച്ച ഉണ്ടാവല് ഈ സർക്കാരിന് തന്നെയായി. ഒരു സംശയം. മുഖ്യമന്ത്രി ആരാണ്, ആഭ്യന്തരമന്ത്രി ആരാണെന്നൊക്കെ തീരുമാനിക്കേണ്ട അവര് ഏകദേശം അതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രി ആരാവണം, മുഖ്യമന്ത്രി ആരാവണം, ആഭ്യന്തര വകുപ്പ് ആർക്ക് കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു, സ്റ്റാഫിനെയും നിശ്ചയിച്ചു കഴിഞ്ഞു. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതൊക്കെ മനക്കോട്ടകളാണ്.